സാർ, നമ്മുടെ 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, ഇതാണ് ബംഗ്ലാദേശ് എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത്. വേണമെങ്കിൽ ഞങ്ങൾ അവിടെ അവകാശം സ്ഥാപിക്കും, ചൈനയെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. ഇവിടെ ഇപ്പോൾ അസമിനെ ഈ പറയുന്ന പാകിസ്ഥാൻ്റെ ഭാഗമാക്കാനായിട്ടുള്ള ചില നീക്കങ്ങൾ നടന്നിരുന്നു എന്നതിൻ്റെയൊക്കെ ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുമോ? ഇന്നലെ അസമില് മോദി രാജ്യാന്തര വിമാനത്താവളത്തിൻ്റെ പുതിയ ടെർമിനൽ, അവിടെ ബോർദലോയ് ഇൻ്റർനാഷണൽ എയർപോർട്ട്, ബോർദലോയ് എന്ന് പറയുന്ന അസമിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ്, കോൺഗ്രസ് മുഖ്യമന്ത്രി ഗോപിനാഥ് ബോർദലോയ്. അപ്പോൾ അദാനി എയർപോർട്ട്സ് ആണത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അസമിലെ ഈ ഇൻ്റർനാഷണൽ എയർപോർട്ട് ബോർദലോയ് എയർപോർട്ട്. അവിടെ പുതിയ എയർപോർട്ട് ടെർമിനൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മോദി ഇന്നലെ ഇങ്ങനെ വിഭജനം നടന്നല്ലോ, ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് 1947. അങ്ങനെ വിഭജനം നടക്കുമ്പോൾ അസമിനെ കിഴക്കൻ പാകിസ്ഥാന്റെ ഭാഗമാക്കാൻ, ഇപ്പോഴത്തെ ബംഗ്ലാദേശ് ഇല്ലേ, അതാണല്ലോ അന്നത്തെ കിഴക്കൻ ബംഗാൾ, അത് പാകിസ്ഥാന്റെ ഭാഗമാണ്. അങ്ങനെ അസമിനെയും പാകിസ്ഥാനിലേക്ക് കൂട്ടിച്ചേർക്കാനായിട്ടൊരു ബ്രിട്ടീഷ് പദ്ധതി ഉണ്ടായിരുന്നു. കോൺഗ്രസും അതിൻ്റെ ഭാഗമായിരുന്നു എന്ന് മോദി പ്രസംഗിച്ചു ഇന്നലെ. അപ്പോൾ മോദി പറഞ്ഞത് ഇങ്ങനെയാണ്: കോൺഗ്രസ് ഈ സംസ്ഥാനത്തിൻ്റെ സ്വത്വം തകർക്കാൻ ഒരു കാലത്ത് ശ്രമിച്ചിരുന്നു. സ്വാതന്ത്ര്യത്തിന് മുമ്പാണ് അത്. മുസ്ലിം ലീഗും ബ്രിട്ടീഷ് ഭരണകൂടവും ചേർന്ന് ഇന്ത്യ വിഭജനത്തിന് തയ്യാറെടുക്കുമ്പോൾ അസമിനെ കിഴക്കൻ പാകിസ്ഥാന്റെ ഭാഗമാക്കാൻ പദ്ധതി ഉണ്ടായിരുന്നു. കോൺഗ്രസ് ആ ഗൂഢാലോചനയുടെ ഭാഗവുമായിരുന്നു. എന്നാൽ അന്ന് ഗോപിനാഥ് ബോർദലോയ് അസമിനെ രക്ഷിച്ചു. BJP എന്നും ദേശാഭിമാനികൾക്കൊപ്പമാണ്, എന്ന് പറഞ്ഞാൽ ബോർദലോയുടെ ഒപ്പമാണ് ഞങ്ങൾ എന്ന്. അതായത് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി ആയപ്പോൾ ബോർദലോയ്ക്ക് ഭാരതരത്ന കൊടുത്തു. മരണാനന്തര ഭാരതരത്ന ഗോപിനാഥ് ബോർദലോയ്ക്ക് കൊടുത്തു. അതും ഓർമ്മിപ്പിച്ചു അദ്ദേഹം. എന്ന് പറഞ്ഞാൽ വലിയൊരു കോൺഗ്രസ് കുടുംബമാണല്ലോ ബോർദലോയ് കുടുംബം, അതിനെ BJP സർക്കാർ ചേർത്ത് നിർത്തുന്നു എന്ന് മോദി ആ പ്രസംഗത്തിൽ പറയുന്നു. എന്നിട്ട് മോദി പറഞ്ഞു, കോൺഗ്രസ് എന്നും നുഴഞ്ഞുകയറ്റക്കാർക്ക് ഒപ്പമാണ്. ബംഗാളിലും അസമിലും കോൺഗ്രസ് നുഴഞ്ഞുകയറ്റക്കാർക്ക് ഒപ്പമാണ്. അങ്ങനെ നുഴഞ്ഞുകയറ്റക്കാർ വന്നിട്ട് ഇവിടുത്തെ ജനസംഖ്യ തന്നെ, ഡെമോഗ്രഫി തന്നെ മാറി. നുഴഞ്ഞുകയറ്റക്കാർ നമ്മുടെ കാടുകളും ഭൂമിയും വെട്ടിപ്പിടിച്ചു. ഇതാണ് മോദി ഇന്നലെ പ്രസംഗിച്ചത്. അപ്പൊ അദ്ദേഹം അസമിലും ബംഗാളിലും ഒക്കെ തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ. ബംഗാളിലും അദ്ദേഹം പോയിരുന്നു. ബംഗാളിലും അദ്ദേഹം തെരഞ്ഞെടുപ്പ് കാഹളം മുഴക്കിയിരുന്നു. അപ്പോൾ മുമ്പ് മുസ്ലിം ലീഗിൻ്റെ ഒരു മുഖ്യമന്ത്രി കുറെ കാലം അസം ഭരിച്ചിരുന്നു, സർ സയ്യദ് മുഹമ്മദ് സാദുള്ള. അസമിലെ പ്രധാനമന്ത്രിയായിരുന്നു മുസ്ലിം ലീഗിൻ്റെ. ആ സമയത്ത് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് WKP മാരാർ എന്ന് പറഞ്ഞ അന്ന് ICS ഉണ്ടായിരുന്ന ആള്, അദ്ദേഹം അസമിലെ സെൻസസ് കമ്മീഷണറൊക്കെ ആയിരുന്നു. WKP മാരാർ, മലയാളി. WKP മാരാർ പിന്നീട് നമ്മുടെ പോർട്ട് ട്രസ്റ്റിന്റെ ചെയർമാൻ ആയിരുന്നു. കൊച്ചിയിലെ. അത് കഴിഞ്ഞ് ഈ WKP മാരാർ ആത്മഹത്യ ചെയ്ത ഈ പോർട്ട് ട്രസ്റ്റ് ചെയർമാൻ ആയിരുന്ന കാലത്ത് ജോലിയിലിരിക്കുമ്പോൾ. അത് കഴിഞ്ഞ് ബാബു പോൾ, അതൊക്കെ കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞിട്ട് D ബാബു പോൾ പോർട്ട് ട്രസ്റ്റ് ചെയർമാനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നല്ലോ വെല്ലിംഗ്ടൺ ഐലൻഡില്. കഥ ഇതുവരെ എന്ന് പറഞ്ഞിട്ട് ആത്മകഥയുണ്ട് ബാബു പോളിന്റെ. ആ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട്, പോർട്ട് ട്രസ്റ്റ് ചെയർമാൻ ബാബു പോൾ പോർട്ട് ട്രസ്റ്റ് ചെയർമാനായിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ബാത്റൂമിൽ അദ്ദേഹം WK മാരാരുടെ പ്രേതത്തിനെ കണ്ടു എന്ന് ബാബു പോൾ പറഞ്ഞിട്ടുണ്ട്. കഥ ഇതുവരെ എന്ന് പറഞ്ഞു. ഇത് വളരെ വിശദമായിട്ട് പറയേണ്ട ഒരു കഥയാണ്, അത് പിന്നെ പറയാം. അപ്പോൾ അങ്ങനെ ഈ
കോൺഗ്രസിനും സയ്യദ എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിന് 1981 കാലത്ത് സയ്യദ അൻവാര എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രി ഒരു വർഷത്തേക്ക് അസമിലുണ്ടായിരുന്നു. ഒരു അത്യാവശ്യം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോഴും അസം. മുസ്ലിം ലീഗിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പഴയ ചരിത്രം നോക്കുമ്പോൾ മുഹമ്മദ് അലി ജിന്നയും അദ്ദേഹത്തിന്റെ മുസ്ലിം ലീഗും പരസ്യമായി തന്നെ അസം പാകിസ്ഥാന് കിട്ടണം എന്നാവശ്യപ്പെട്ടിരുന്നു. അന്ന് കുറേയൊക്കെ ജിന്ന പറയുന്നത് മൗണ്ട് ബാറ്റൻ ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നല്ലോ. അതെൻ്റെ കീശയിലാണ് എന്ന് അക്കാലത്ത് ജിന്ന പറഞ്ഞിരുന്നു അസം. അപ്പോൾ വലിയ മുസ്ലിം ജനസംഖ്യ ഉണ്ടായിരുന്നു. കുടിയേറ്റം കൊണ്ട് ഉണ്ടായതാണ് അവിടുത്തെ വലിയ മുസ്ലിം ജനസംഖ്യ. 1946 ഇന്ത്യ വിഭജനത്തിന് മുമ്പ് ക്യാബിനറ്റ് മിഷൻ വന്നല്ലോ ബ്രിട്ടനിൽ നിന്ന്. ഇതെങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കാൻ ക്യാബിനറ്റ് മിഷൻ വന്നപ്പോൾ ക്യാബിനറ്റ് മിഷൻ ഒരു ത്രിതല പ്ലാൻ ഉണ്ടാക്കി, ത്രിതല പദ്ധതി. അതനുസരിച്ചിട്ട് അസം ഗ്രൂപ്പ് സിയിൽ ചേർത്തു. ബ്രിട്ടൻ ഗ്രൂപ്പ് സിയിലാണ് അസമിനെ ചേർത്തത്. ഗ്രൂപ്പ് സിയിലാണ് ബംഗാളും ഉണ്ടായിരുന്നത്, ഭൂരിപക്ഷ ബംഗാൾ. ആ ബംഗാളിൻ്റെ കൂടെ അസമിനെയും ഗ്രൂപ്പ് സിയിൽ ചേർത്തു. അതൊരു ഗൂഢാലോചനയായിരുന്നു. എന്താന്ന് വെച്ചാൽ അസമിനെ കിഴക്കൻ പാകിസ്ഥാനിൽ ചേർക്കാനുള്ള ഗൂഢാലോചന. ബംഗാളിനെ പാകിസ്ഥാനിൽ ചേർക്കുകയാണല്ലോ. കിഴക്കൻ ബംഗാൾ പാകിസ്ഥാന്റെ ഭാഗമായല്ലോ. അതല്ലേ പിന്നീട് ബംഗ്ലാദേശ് ആയത്. അതിൻ്റെ കൂടെ അസമിനെയും കൂടി ചേർക്കുക എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് സിയെ ഞങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കുന്നു എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ അസമും പെടുമല്ലോ. അതുകൊണ്ട് അസമിനെ ഗ്രൂപ്പ് സിയിൽ ചേർക്കുകയാണ് ചെയ്തത് ക്യാബിനറ്റ് പ്ലാനിൽ. അപ്പോൾ അക്കാലത്ത് ഗോപിനാഥ് ബോർദലോയാണ് അവിടെ മുഖ്യമന്ത്രി. ഗോപിനാഥ് ബോർദലോയ്ക്ക് മഹാത്മാഗാന്ധിയുടെ പിന്തുണയും കിട്ടി. അവർ രണ്ടുപേരും ഈ അസമിനെ പാകിസ്ഥാനിൽ ചേർക്കുന്ന പരിപാടിയെ, മുസ്ലിം ലീഗിൻ്റെയും ബ്രിട്ടൻ്റെയും പരിപാടിയെ എതിർത്തു. അപ്പോഴും മൗണ്ട് ബാറ്റൻ ഒരു പ്ലാൻ കൊണ്ടുവന്നു. 1947 സിൽഹട്ട് എന്ന് പറഞ്ഞ ജില്ല, അസമിലെ സിൽഹട്ട് ജില്ലയിൽ അവരെവിടെ ചേരണം എന്നുള്ളതിന് ഹിതപരിശോധന നടത്തി, റഫറൻഡം. എന്നിട്ട് സിൽഹട്ട്, മുസ്ലിം ഭൂരിപക്ഷ സിൽഹട്ട് കിഴക്കൻ ബംഗാളിൻ്റെ കൂടെ ചേർത്ത് പാകിസ്ഥാന് വിട്ടുകൊടുത്തു. എന്നിട്ട് അസമിൽ നിന്ന് സിൽഹട്ടിനെ വിച്ഛേദിച്ചു. കരിംഗഞ്ച്, സിൽഹട്ടിൻ്റെ ഭാഗമായിരുന്ന കരിംഗഞ്ച് ഇന്ത്യക്ക് തന്നു. ഇങ്ങനെ ആണ് ഈ ഗൂഢാലോചനകൾ നടന്നത്. മാത്രമല്ല ബ്രിട്ടൻ അക്കാലത്ത് ജമ്മു കശ്മീരിനെ ഇന്ത്യ വിഭജനത്തിന് ശേഷവും അവരുടെ കയ്യിൽ വെക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുള്ളൊരു സ്ഥലമല്ലേ, അത് നമ്മുടെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പലതരം ഗൂഢപദ്ധതികൾ. ഒന്നാമത് ബ്രിട്ടൻ പിടിച്ചെടുത്ത സ്ഥലങ്ങളൊക്കെ ഈ കഷ്ണാക്കിയിട്ടല്ലേ പോവുക. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം മറ്റേ തുർക്കി വിഭജിച്ചില്ലേ, അപ്പൊ അങ്ങനെ കഷ്ണമാക്കുന്ന പരിപാടി, വിഭജനം എന്നുള്ള എന്നും ബ്രിട്ടന്റെ ഒരു പദ്ധതിയായിരുന്നു. അവർ പിടിച്ച സ്ഥലങ്ങളൊക്കെ അവര് പല കഷ്ണങ്ങളായിട്ട് ഇത് മര്യാദയ്ക്ക് ഭരിച്ചു ഉണ്ടാകരുത് എന്നാഗ്രഹിച്ചിട്ടാണ് അവരും പോയിരുന്നത്. അപ്പോൾ അസം മറ്റേ പാകിസ്ഥാന്റെ ഭാഗമാക്കാനായിട്ടൊരു പദ്ധതി ഉണ്ടായിരുന്നു എന്ന് ഇന്നലെ മോദി പ്രസംഗത്തിൽ വെളിപ്പെടുത്തി. അങ്ങനെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവം. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് പോലും അറിയാത്ത ഒരു കാര്യമാണത്. എന്തായാലും ഇത്തരം വിവരങ്ങൾ, ഇത്തരം ഇൻഫർമേഷൻസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ABC-ക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം വിവരങ്ങൾ ഇനിയും നമ്മൾ പ്രേക്ഷകരോട് പങ്കുവെക്കാം. പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.